ഒരു കണക്കിന് ഏട്ടനൊരു പാവാണ്. എന്നെ ഭയങ്കര ഇഷ്ടാ. അതുപോലെ അമ്മയും. ആ നാളെ നാത്തൂൻ വരികയാണ്. ഇനിയിപ്പോ അവളും കൂടി വന്ന എൻ്റെ മോളുടെ അവസ്ഥ. എന്തായാലും ഞാൻ ഇനി വൈകുന്നേരം വിളിക്കാം. അപ്പൊ മോൻ ഉണ്ടാവുമല്ലോ അവിടെ. ശരി മോളെ, എന്നാ ശരി അമ്മേ. നമ്മ വൈകുന്നേരം വിളിക്ക്. എൻ്റെ കുട്ടി അതിനിവിടെ 2 ദിവസം കൂടി വന്ന് നിൽക്കാൻ പറ്റണില്ലല്ലോ. എന്താ ചെയ്യ അമ്മേ. നീ വിഷമിക്കല്ലേ, ഞാൻ സംസാരിക്കട്ടെ അമ്മയോട്. ആരും ഒന്നും സംസാരിക്കണ്ട, ഞാൻ എങ്ങോട്ടും പോണില്ല. എന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിക്കാനാവും വിധി. ഏട്ടൻ വിഷമിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ദിവ്യ വന്ന് പോയിക്കോട്ടെ. എന്നിട്ട് ഞാൻ പോയിക്കൊണ്ടിട്ടോ. ആ മോള് വന്നോ? ദിവ്യ വന്നോ? ഓ എന്തൊക്കെ ഉണ്ട് എന്നിട്ട്? ഇവിടെ നിന്ന ഏട്ടത്തി കയറി വാ. എനിക്ക് വറ്റാനോ നല്ല സുഖാനോ? അല്ല ഏട്ടൻ വന്നില്ലേ? ഓ ഏട്ടനൊക്കെ ഒരു കഥയാണ്. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാവും ഈ വിശേഷം? അതാ ഇതാരും കൂടി നിക്കുന്നത്. ആന്റിയുടെ മോള് വന്നു. അപ്പാപ്പ കഴിക്കാം. അപ്പൊ നഴ്സറിയിലൊക്കെ പോണുണ്ടോ? നിന്റെക്ക് പച്ചടി ഒരു പാട്ടൊക്കെ കേട്ടോ? അല്ല മേട്ടനെവിടെ? അവൻ എങ്ങോട്ടോ പോയതാണ്. ഓ അല്ലേ, എന്താ കഴിക്കാനുള്ളത്? ഭയങ്കര വിശപ്പ്. അമ്മേനെ കൈ കൊണ്ട് കഴിച്ചിട്ട് എത്ര ദിവസമായി. അമ്മ വന്നേ. നീ വാ, നീ വരുന്നുണ്ടെന്ന് പറഞ്ഞ നല്ല ചിക്കൻ കറിയും തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ. അല്ല അമ്മേ, ഏട്ടത് എന്ത് പണിയാ കാണിച്ചത്? ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഏട്ടത് എങ്ങടാ പോയത്? ഓ അവനിപ്പോ പഴയതുപോലൊന്നല്ല. ഇപ്പൊ അവളും അവളുടെ വീട്ടുകാരും മതി. അതെന്താ അമ്മ അങ്ങനെ പറയണത്? മോളിരിക്ക്, നമുക്ക് ചായ കുടിക്കാം. അവള് എന്നാ ചായ കുടിച്ചോളൂ. കുട്ടിക്കല്ലേ ഞാൻ കൊടുക്കട്ടോ. വാ മോളെ. അവൾ ഇവിടെ നടക്കണതൊക്കെ അപ്പൊപ്പ അവനെ വിളിച്ച് കൊളത്തി കൊടുക്കും. അമ്മ എന്തൊക്കെയാ പറയണത്? ഏട്ടി അങ്ങനത്തെ ഒരാളൊന്നല്ല. ഞാൻ എന്തായാലും ഏട്ടിനൊന്ന് പോയി കാണട്ടോ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മയ്ക്കിപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ പോണു. അമ്മയ്ക്കിപ്പോ കാലുവേദന കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ അമ്മേനെ എവിടെ കാണിക്കണേ? ഇപ്പൊ മുത്തു ഡോക്ടറെ കാണിക്കണത്. അവിടെ കാണിച്ചപ്പോൾ അപ്പൊ കുറച്ച് കുറവുള്ളത്. ഏട്ടനെ ഏട്ടത്തിയൊക്കെ ഇപ്പൊ എന്തു പറയണു? സ്കൂൾ അടച്ചില്ലേ, ഏട്ടത്തിയമ്മ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയതാണ്. ഓ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ? ചേച്ചിക്ക് 2 ദിവസം അവിടെ പോയി നിന്നൂടെ? ഇപ്പോഴല്ലേ നമ്മളെ പെൺമക്കളെ ആവശ്യം. അമ്മയ്ക്ക് ഇപ്പൊ തീരെ വയ്യ. ഈ 2 ദിവസമെങ്കിലും എനിക്ക് പോയി നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു മകള്? ചേച്ചി വിഷമിക്കണ്ട, അമ്മയുടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മേ, വൈകുന്നേരം പ്രകാശേട്ടൻ വരും എന്നെ കൊണ്ടുപോവാന്. നമുക്ക് പോയാൽ 2 ചക്ക ഇട്ടാലോ? എങ്ങോട്ട് പോവാന്? ഇനിയിപ്പോ ഇന്നല്ലേ വന്നത്? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അല്ല അമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് പ്രകാശേട്ടൻ ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എന്തേലും പറയണത് കേട്ട അപ്പ പറയും പെൺകോന്തൻ പെൺകോന്തെന്ന്. ആ തള്ളയ്ക്ക് പ്രാന്താണ്. നീ നിന്റെ ഭർത്താവിനോടല്ലേ വേറെ ആരുടെ പോയി ചോദിക്കുക? അതിന്റെ സ്വഭാവം അങ്ങനെയാണ് അമ്മേ. അതൊക്കെ നല്ലപ്പം കാലത്ത് കിട്ടാത്തതിന് കുയിന്താണ്. ഇപ്പൊ നിന്റെ മേലെടുക്കണത്. ഞാൻ എന്തായാലും ആ തള്ളേനൊന്ന് പോയി കാണട്ടെ. അതിനമ്മ അവിടെ വരെ പോകുന്നും വേണ്ട, ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി. അവിടുത്തെ അമ്മേനെ ഇവിടെ കാണാം. നീ എന്താ എന്നെ കളിയാക്കാണോ? അല്ല അമ്മേ, എന്നെ പോലെ ഒരു മരുമകളല്ലേ ചേച്ചിയും. ഇവിടെ ഇപ്പൊ അമ്മ കാണിക്കണമെന്ന് പറയണതൊക്കെ അല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്? അതിനമ്മ എന്തൊക്കെയാ പറഞ്ഞത്? ആ തള്ളക്ക് പ്രാന്താണ്, ചെറുപ്പത്തിൽ കിട്ടാത്തതിന് കുയിന്താന്നൊക്കെ. അമ്മേ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പൊ ആർക്കാണ് കുയിന്തെന്നൊക്കെ. അത് മോളെ, നീ ഇവിടെ വരുമ്പോ ഇവിടെ ആരില്ലേ നിനക്ക് രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ നീ ഇവിടെ വരുമ്പോഴല്ലേ നിനക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അവളും കൂടിയും പോയാൽ നീ ഇവിടെ വന്നാലും കഷ്ടപ്പെടില്ല. അത് വിചാരിച്ചിട്ട് അമ്മ ആ റെസ്റ്റ് ഏട്ടത്തിക്കും വേണ്ടേ? അമ്മയെ പോലെ ഒരു അമ്മ ഏട്ടത്തിക്കില്ലേ? മകളുടെ വരവും കാത്തിരിക്കുന്ന ഒരമ്മ. ആ അമ്മയ്ക്ക് ഇപ്പൊ തീരെ വയ്യ.
ഇപ്പോഴല്ലേ ഒരു മകളുടെ ആവശ്യം അമ്മയ്ക്ക് വേണ്ടത്. ആ നീ എപ്പോഴാ വന്നേ? എന്തോടൊരു മൗനം? ആ ഏട്ടനും കൂടിയും കൂടിയിട്ടാണോ ഇവിടെ എങ്ങനെയൊക്കെ? ആ കാലമൊക്കെ കഴിഞ്ഞു പോയാട്ടാ. ഏട്ടനൊന്നും ഇതിന് കൂട്ടു നിൽക്കരുത്. ചേച്ചി ഇങ്ങനെ ആരെയും തലയിൽ കയറി ഭരിക്കാൻ സമ്മതിക്കരുത്. ഭർത്താവായാലും അമ്മയായാലും. എന്താ അമ്മയുടെ മുഖത്തിൽ പന്തികേട്? ഞാൻ പറയുമ്പോ പെൺകോന്തൻ, അമ്മയുടെ മകൾ തന്നെ പറയുമ്പോ ഇതൊന്നും പറയാനല്ലേ? അമ്മേ, ഇത് പഴയ കാലമൊന്നുമല്ല. ഭർത്താവിൻ്റെ വീട്ടിൽ അടിമയാക്കാം ഇന്നൊരു ഭാര്യയും കിട്ടൂല. പിന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛയും നോക്കാനല്ല ഒരു ഭാര്യയും ഒരു വീട്ടിലേയും കയറി വരുന്നത്. അവരുടെ വീട്ടിൽ കിട്ടുന്ന സ്നേഹം വാത്സല്യവും ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടുമ്പോൾ ഏതൊരു പെണ്ണും സ്വന്തം അമ്മയും അച്ഛയും നോക്കുന്ന പോലെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും. അത് കരുതി സ്വന്തം രക്ഷിതാക്കളെ നോക്കാതിരിക്കാൻ കഴിയില്ല. അവർക്കൊരാവശ്യം വരുമ്പോൾ അവിടെ എത്തും. അതാണ് അമ്മ മരുമകൾ.